നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്നത് അത്തം നക്ഷത്രത്തെക്കുറിച്ചാണ്. ഈ 2025 ഈ നക്ഷത്രക്കാർക്ക് ഒരുവിധം ഭംഗിയായി കാണപ്പെടുന്നുണ്ട്. ഈശ്വര അനുഗ്രഹം ഉണ്ടാകുന്നു. അത് കണക്ക് ധനയോഗം, അത് കണക്ക് കൂടുതലായിട്ടും ആദിത്യ ഭഗവാന്റെയൊക്കെ ഒരു അനുഗ്രഹമൊക്കെ ഉണ്ടാകുന്നതാണ്. പിന്നെ അത് കണക്ക് വാഹന ലാഭം ഉണ്ടാകുന്നതാണ്. സർക്കാർ ജോലിക്കുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാകും. അത് കണക്ക് വിദ്യാഭ്യാസത്തിൽ നല്ല പുരോഗതി കാണുന്നുണ്ട്. അത് കണക്ക് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പല വിഷയങ്ങളിലും ഒരു യോജിപ്പ് ഉണ്ടാവുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞ് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഭാര്യ ഭർത്താവ് ബന്ധമൊക്കെ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ദീർഘവീക്ഷണമില്ലാതെ തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ അതൊക്കെ ധനനഷ്ടത്തിന് ഇടയാക്കും. അതുകൊണ്ട് ആലോചിച്ചും കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ചെയ്യാവൂ. പിന്നെ അതേ കണക്ക് തന്നെ കലാരംഗത്തൊക്കെ ഉയർച്ച കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് നല്ല രീതിയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. വിദേശ ജോലിക്ക് യോഗം കാണുന്നുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ വാഹനയാത്രയൊക്കെ ഒന്ന് നല്ല രീതിയിൽ സൂക്ഷിക്കുക. കാരണം ചെറിയ രീതിയിലൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ടുന്നതായിട്ടുള്ള ഒരു സമയമാണ്. പിന്നെ അതേ കണക്ക് തന്നെ നാൽക്കാലികളിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ബന്ധുമിത്രാദികളൊക്കെ ഒരു ചെറിയ ഒരു നീരസം ഒരു പിണക്കമൊക്കെ ഉണ്ടാവാൻ വഴിയുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ വിദേശ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ നല്ല രീതിയിൽ സാമ്പത്തിക സഹായങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. കൃഷിയിലൊക്കെ ചെറിയ രീതിയിൽ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഈശ്വരാനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നഷ്ടങ്ങളൊക്കെ മാറുന്നതാണ്. പിന്നെ കർമ്മരംഗത്തങ്ങളൊക്കെ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. കോടതി കേസുകളിലൊക്കെ അനുകൂല വിധിയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്തൊക്കെ നല്ല രീതിയിൽ നല്ല നേട്ടവും അതേ കണക്ക് തന്നെ ജോലിയൊക്കെ പെട്ടെന്ന് കിട്ടാനൊക്കെയുള്ള നല്ല വഴികളൊക്കെ ഉണ്ട്. പ്രമോഷനും പിന്നെ സമൂഹത്തിലൊക്കെ മാന്യത നേടാൻ അഹിതങ്ങളായ പലതും ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. സാമുദായികമായ രംഗങ്ങളിലൊക്കെ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ വരുന്നതാണ്. എങ്കിലും ഇച്ചിരി എടുത്തുചാട്ടമൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. മുൻകോപങ്ങളൊക്കെ കുറയ്ക്കുക. പിന്നെ അതേ കണക്ക് തന്നെ പ്രതീക്ഷയോട് കാത്തിരുന്ന ധനമൊക്കെ തക്ക സമയത്ത് ലഭിക്കുന്നതാണ്. പുതിയ വീട് പണിയുന്നതിനുള്ള യോഗങ്ങളൊക്കെ കാണുന്നുണ്ട്. അനാവശ്യമായി അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാ ഞാൻ പറഞ്ഞ മുൻകോപമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ. എങ്കിലും ഉറ്റവരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം നമുക്കൊരു പ്രതികാര ബുദ്ധിയൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കഴിവതും ആരുടെയും ശത്രുതാ മനോഭാവത്തോടൊന്നും പെരുമാറാതെ നല്ല രീതിയിൽ പോവാൻ ഒന്ന് ശ്രമിക്കുക. വിരോധികളൊക്കെ ഒരുപാട് വർദ്ധിക്കുന്നൊരു സമയമാണ്, ശത്രുക്കളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതിൽ ചെന്ന് ഒരു ചതിയിൽ പെടാനൊക്കെ വഴികളുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു മാത്രമേ നിങ്ങൾ ഏതൊരു തീരുമാനമാണെങ്കിലും എടുക്കാവൂ. സന്താനങ്ങൾക്ക് നല്ല രീതിയിൽ തൊഴിൽ സാധ്യത കാണുന്നുണ്ട്. പിന്നെ എന്ത് പറഞ്ഞാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഈ വർഷം തന്നെ ഈ 2025 തുടങ്ങി പോകുമ്പോൾ തന്നെ അതെല്ലാം ഒന്ന് മാറിക്കിട്ടുന്നതാണ്. പിന്നെ പറയുവാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതേ കണക്ക് തന്നെ മാതാപിതാക്കളുടെയൊക്കെ രോഗങ്ങളെ കൊണ്ട് മനസ്സൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ അസ്വസ്ഥമാകാറുണ്ട്. അതിനൊക്കെ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മാറുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അതുകൊണ്ടൊരു കാര്യം ചെയ്യുക. അയ്യപ്പ ക്ഷേത്രത്തിൽ പോകാൻ ശ്രമിക്കുക. അയ്യപ്പൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള ഈ പറയുന്ന ആ ദോഷങ്ങളും കാര്യങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ പോകാൻ പറ്റും. അത് കണക്ക് തന്നെ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചിട്ട് പോവുക. വിഘ്നേശ്വരനെ ധ്യാനിച്ചിരിക്കുക ഉറപ്പായിട്ടും. പ്രത്യേകിച്ച് നിങ്ങൾ യാത്രയ്ക്ക് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ജോലിയുടെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അതും കൂടെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വർഷം 2025 എന്തുകൊണ്ടും നല്ലൊരു സമയം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും ആയുരാരോഗ്യങ്ങളും സമ്പത്തും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.